ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആകർഷക നിയമം എന്തിനെ ബേസ് ചെയ്താണ്? ഫ്രീക്വൻസി, അതായത് തരംഗങ്ങൾ, നമ്മളുടെ ചിന്തകളിലൂടെ ഉണ്ടാകുന്ന തരംഗങ്ങളും നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ ആ ഫ്രീക്വൻസി തരംഗവും ഒരേ തരത്തിൽ വരുമ്പോഴാണ് നമുക്കത് വേഗം സഫലമാകുന്നത്. അത് ചെറിയ കാര്യമാകട്ടെ വലിയ കാര്യമാകട്ടെ, എന്താണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് നമ്മുടെ ഫ്രീക്വൻസിയും ആ സാധനത്തിൻ്റെ ഫ്രീക്വൻസിയും ഒരേ ലെവലിൽ വരുമ്പോൾ അത് വേഗം തന്നെ സാധ്യമാകും. ഇതാണ് ആകർഷക നിയമം സിമ്പിളായിട്ട് പറഞ്ഞാൽ. ആകർഷക നിയമം കുറച്ചൊക്കെ അറിയാവുന്നവർക്കറിയായിരിക്കും. നമ്മൾ എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ അത് ഓൾറെഡി നമുക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു ഫീലിങ്ങിൽ അത് ചെയ്യുകയോ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന സാഹചര്യങ്ങൾ അതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ നമ്മളിലേക്കുള്ള ആകർഷണം കൂടുതൽ ഫാസ്റ്റായിട്ടും വേഗത്തിലും നടക്കും എന്നാണ് ഈ ആകർഷക നിയമം പറയുന്നത്. അതങ്ങനെ തന്നെയാണ്, സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ നമുക്ക് വാഹനങ്ങൾ കാണാറുണ്ടല്ലോ. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടത് ഒരു ബ്ലൂ കളറിലുള്ള കാറാണ്. അപ്പം നമ്മൾ വിചാരിക്കുകയാണ് എനിക്ക് ഫ്യൂച്ചറിൽ ഒരു ബ്ലൂ കളറ് ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ കാറ് വേണം. അങ്ങനെ നമ്മൾ വിചാരിച്ച് സെറ്റ് ചെയ്ത് സന്തോഷമായിട്ട് അതെനിക്ക് ഇത്ര വർഷത്തിനുള്ളിൽ എനിക്കത് കിട്ടും എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ പിന്നെ ആ ഫ്രീക്വൻസിയിലാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ മിക്കപ്പോഴും ആ വാഹനം പിന്നെ ആ കളറിലുള്ള അതേ മോഡലിലുള്ള വാഹനം വീണ്ടും വീണ്ടും കാണാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, നമ്മുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഞാനീ പറയുന്ന കാര്യം വാഹനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ തീവ്രമായി എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോൾ അത് തന്നെ നമ്മുടെ മുന്നിലൂടെ ഒത്തിരി പ്രാവശ്യം വരുന്നതായിട്ടും അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ സ്വാഭാവികമായിട്ട് നടക്കുന്നതായിട്ടും നമുക്ക് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ നമ്മളത് അനുഭവിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എക്സാമ്പിൾ വണ്ടിയുടെ കാര്യം തന്നെ ചെയ്തു കഴിഞ്ഞാൽ, ഈ ബ്ലൂ കളറിലുള്ള ആ പർട്ടിക്കുലർ ബ്രാൻഡിലുള്ള കാറ് അവിടെ ഉണ്ട്, അത് അതിൽ പോവാറുണ്ട്, അങ്ങനത്തെ വാഹനങ്ങൾ എപ്പോഴും അതിൽ പോകാറുണ്ട്. പക്ഷേ നമ്മളെപ്പോഴാണ് അതിനെപ്പറ്റി ചിന്തിച്ച് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അതിനെക്കുറിച്ചൊന്ന് സെറ്റ് ചെയ്തത്, ആ ഒരു ഫ്രീക്വൻസി നമ്മൾ സെറ്റ് ചെയ്തത്, അതിനുശേഷം നമ്മളുടെ കണ്ണിലൂടെ നമ്മൾ നോക്കുമ്പോഴാണ് ഇങ്ങനെ ഈ വാഹനം തന്നെയാണല്ലോ എല്ലായിടത്തും കാണുന്നത് എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് വരുന്നത്. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഡെയിലി 1-2 പ്രാവശ്യമോ അപ്പം ചിലപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ചിന്തയിലോ അല്ലെങ്കിൽ നമ്മൾ സ്വപ്നത്തിൽ പോലുമോ ഇങ്ങനെ ഒരു വാഹനം നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അർത്ഥം നമ്മൾ ആ ഫ്രീക്വൻസിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇനി വാഹനത്തിൻ്റെ കാര്യങ്ങളൊക്കെ വിട്ട് നമ്മുടെ സാധാരണ ഡെയിലി ലൈഫിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മൾ ആരെക്കുറിച്ചെങ്കിലും ചിന്തിക്കുക, അവരെന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവരോടൊന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ കൂടുതലും നമ്മുടെ വീട്ടിലുള്ളവരെ പറ്റി, മക്കളോ ഹസ്ബൻഡോ അല്ലെങ്കിൽ പേരൻസിനെ പറ്റി. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഫോൺ കോളോ അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു അനുഭവം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ ഒരാളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് അവരുടെ ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഫോൺ കോളോ നമുക്ക് വരിക. അപ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് പറയുന്നു, ഞാൻ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ വിചാരിച്ചതേ ഉള്ളൂ എന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ആ ഫ്രീക്വൻസി അവരുടെ ഫ്രീക്വൻസിയുമായിട്ട് മാച്ചായി, അത് വേഗം തന്നെ ഡിറ്റക്റ്റായി, അത് നമുക്ക് അനുഭവത്തിൽ അത് വന്നു. ഇതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ഇതും നമ്മുടെ ലൈഫിൽ നടക്കുന്നത്. ഇതെല്ലാം സ്വാഭാവികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. നമ്മൾ ആ ഒരു സെറ്റിങ്ങിലൂടെ നമ്മളും കൂടെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് നടക്കാൻ പറ്റും. അതാണ് ആകർഷക നിയമം പഠിപ്പിക്കുന്നത്. ഇതൊരു പുതിയ തത്വമല്ല, ഇത് ഓൾറെഡി ഉള്ള തത്വമാണ്. അതിനെ നമ്മൾ കുറച്ചുകൂടെ മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ എന്തും നമുക്ക് നേടിയെടുക്കാം എന്നുള്ളതാണ് ഇത് പഠിപ്പിക്കുന്നത്. മനുഷ്യർക്ക് മറ്റ് മൃഗങ്ങളിൽ നിന്നുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാനുള്ള കഴിവാണല്ലോ. ആ ചിന്ത തന്നെയാണ് മനുഷ്യനെ അവൻ്റെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുന്നതും. നമ്മുടെ ഈ തരംഗങ്ങൾ അല്ലെങ്കിൽ ഫ്രീക്വൻസി എങ്ങനെയാണ് നമ്മളത് അച്ചീവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഫ്രീക്വൻസി എപ്പോഴും അതേ ഫ്രീക്വൻസിയിലുള്ള വസ്തുവിനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു ഒരു കലാപരമായിട്ട് ചില ഇൻട്രസ്റ്റുകളുള്ളവരുടെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ. ആ ഗ്രൂപ്പിൽ പറഞ്ഞാൽ കലാപരമായിട്ട് ഇൻട്രസ്റ്റുകൾ ഇല്ലാത്ത ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരവിടെ മാച്ച് ആവില്ലല്ലോ. അവരെപ്പോലത്തെ ഇൻട്രസ്റ്റുകളുള്ള ആൾക്കാർ മാത്രമല്ലേ ആ ഒരു ഗ്രൂപ്പിലുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മൾ എന്താണ് മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് തീവ്രമായിട്ട് ആഗ്രഹിക്കുമ്പോൾ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടി വന്നു ചേരും. നമ്മളെല്ലാവരും ഒരു തരത്തിലുള്ള ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻസിയിലാണ് ഉള്ളത്. സെയിം ഫ്രീക്വൻസിയിലുള്ള സാധനങ്ങൾ നമ്മളിലോട്ട് ആകർഷിക്കും. ഇപ്പം നമ്മൾ നല്ല ഒരു ക്യാരക്ടറാണ്, നമ്മൾ വളരെ കാം ആൻഡ് ക്വയറ്റുള്ള ആൾക്കാരാണ്, പക്ഷേ നമ്മളുടെ ഫ്രണ്ട്സ്
മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും നമുക്ക് അതേ ഒരു രീതിയിലുള്ള ഫ്രണ്ട്സ് അല്ലേ നമുക്കുണ്ടാവുക. അല്ലാതെ നമ്മുടെ സ്വഭാവത്തിന് നേരെ ഓപ്പോസിറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്സ് നമുക്കുണ്ടാവുമോ? ഉണ്ടെങ്കിൽ തന്നെ അത് എത്ര ദിവസം ഉണ്ടാവും? കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ. അപ്പം നമ്മുടെ കൂടെ സ്ഥിരമായിട്ട് നിൽക്കുന്നവർ നമ്മുടെ ക്യാരക്ടറും അല്ലെങ്കിൽ നമ്മുടെ ആ സ്റ്റൈൽ ഓഫ് ലിവിങ്ങും ഒക്കെ ഒന്ന് ചേർന്ന് പോകുന്ന ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതില്ലാത്തതാണല്ലോ ചില കുടുംബ ജീവിതങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പറഞ്ഞാൽ നിങ്ങളുടെ വൈബ്രേഷനും നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ വൈബ്രേഷനും മാച്ച് ആവാത്തത് കൊണ്ടാണല്ലോ ഈ ഡൈവോഴ്സും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്കത് കിട്ടിക്കഴിഞ്ഞു എന്നുള്ളൊരു ഫീലിംഗ് അത് നമ്മൾ മനസ്സിലാദ്യം അനുഭവിക്കണം. അതിനുശേഷം നമ്മൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് കാണുകയും കേൾക്കുകയും സംസാരിക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ആ ഒരു തരംഗത്തിനകത്ത് വന്നു കഴിഞ്ഞു. പിന്നെ അത് നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് എപ്പോഴും അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന ആൾക്കാർ അതേ രീതിയിലുള്ളവരായിരിക്കണം. നമ്മൾ തന്നെ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് ആ ഒരു ഇതിലേക്ക് നമ്മൾ ആകുകയാണ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ, എനിക്കൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമെങ്കിൽ നമ്മൾ ആ ബിസിനസ് ചെയ്യുന്ന ആരെയെങ്കിലും മീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ബിസിനസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുക, അല്ലെങ്കിൽ അതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുക മറ്റുള്ളവരോട്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മൾ ആ തരംഗത്തിനകത്തോട്ട് ചെന്നുപെട്ടു ഓൾറെഡി. പിന്നെ അവിടെ നിന്ന് നമ്മൾ അതിനെ രൂപീകരിച്ച് അത് നമ്മളിലേക്ക് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കുറേ ബിസിനസ്സുകാരുടെ കൂടെ ചെന്ന് വിടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കും എന്തെങ്കിലും ഒരു പുതിയ ഐഡിയ അല്ലെങ്കിൽ പുതിയ ഒരു ബിസിനസ്സിൻ്റെ ഇത് വരും. അത് ഒരു ഇൻഡ്യൂഷൻ വരും. എന്താണെന്ന് വെച്ചാൽ ഒരു കത്തൽ അവിടെ വരും. അതിൻ്റെ അർത്ഥം നമ്മൾ ആ ഒരു തരംഗത്തിലോട്ട് ചെന്ന് പെടണം. അപ്പോൾ നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് ഒത്തിരി പ്രാവശ്യം ആഗ്രഹിക്കണം. ഇപ്പോൾ നമ്മൾക്ക് ഇതിന് ആകർഷണ നിയമത്തിൽ ഒത്തിരി ടെക്നിക്കുകളുണ്ട്. 11-11 ടെക്നിക്ക്, അല്ലെങ്കിൽ 28 ഡേയ്സ് ഒരേ കാര്യങ്ങൾ തന്നെ എഴുതിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് നമ്മളെപ്പോഴും ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഈ ഓരോ ടെക്നിക്കുകൾ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ അത് നമ്മളിലേക്ക് എത്തുകയുള്ളൂ. നമ്മളെ പഠിപ്പിക്കുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. മോട്ടിവേറ്ററൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അതേ കാര്യം തന്നെ വീണ്ടും വീണ്ടും നമ്മൾ എന്തെങ്കിലും തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അതിനുള്ളൊരു സാഹചര്യങ്ങൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആക്കിയെടുക്കുക. അതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മളുടെ സ്വഭാവം അല്ലെങ്കിൽ നമ്മളുടെ ആ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന 4-5 ആൾക്കാരുടെ അതേ ലെവലിലായിരിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും, അല്ലേ? അങ്ങനെയല്ലേ? അതാണ് സത്യം. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമുക്കിപ്പോൾ ഒരു പുതിയ ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇടപെടുന്ന സാഹചര്യങ്ങളൊന്ന് മാറ്റുക, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൻ്റെ ലുക്കൊന്ന് മാറ്റുക, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ പേഴ്സണൽ കെയറിന് കുറച്ച് ടൈം കൊടുക്കുക. നമ്മൾ നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ് പോകുന്നതെന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഫ്രീ ടൈം അല്ലെങ്കിൽ ഒരു സൈലൻസ് മെഡിറ്റേഷൻ ചെയ്യുക എന്ന് ഇതിന് പറയും. അത് നമ്മൾ കൊടുക്കുക. മെഡിറ്റേഷൻ ഇങ്ങനെ ധ്യാന ഗുരുക്കന്മാർ ചെയ്യുന്ന പോലെ കൈയും കാലും ഒക്കെ മടക്കി വെച്ച് നമ്മൾ ഒരിടത്ത് അനങ്ങാതെ ഇരിക്കുന്ന അതല്ല ശരിക്കും പറഞ്ഞാൽ അത് മെഡിറ്റേഷൻ. അതെന്ന് പറഞ്ഞാൽ അത് നമ്മളായിരിക്കുന്ന അവസ്ഥയിലും ചെയ്യാം. നമുക്കിപ്പോൾ നമ്മുടെ റൂമിൽ കയറി ഇരിക്കുക, നമ്മൾ വേറെ സൗണ്ടുകളിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മുടെ ചിന്തകളെ ഒന്ന് നോക്കുക. അത് ഏത് പൊസിഷനിൽ എന്തുമായിട്ട് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, ഈ ചിന്തയുടെ മേളിൽ എനിക്ക് എന്തെങ്കിലും പവറുണ്ടോ, എൻ്റെ ചിന്തകളെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് നമ്മൾ മെഡിറ്റേഷനിലൂടെ നോക്കുന്നത്. നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക 3 പ്രാവശ്യം, അത് സ്ലോലി പുറത്തേക്ക് വിടുക, ഇങ്ങനെ 3 ടൈംസ് ചെയ്യുക എന്നുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങളിലോട്ട് നമുക്ക് തന്നെ ഒരു ശ്രദ്ധ. നമ്മൾ അങ്ങനെ ചെയ്യുന്ന ലൈഫിൽ ആദ്യമായിട്ടാണെങ്കിൽ പോലും നമുക്ക് അപ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് ഒരു ശ്വാസം വലിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏതൊക്കെ ഓർഗൻസ് അല്ലെങ്കിൽ എന്താണ് നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തിരക്കുള്ള ആൾക്കാർ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനൊന്നും സമയമില്ല, അങ്ങ് ബിസിയായി പോകും. ആദ്യം നമ്മൾ നമ്മുടെ ചിന്തകളെ മനസ്സിലാക്കണം. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നത് ആ സാഹചര്യത്തിൽ നമ്മുടെ ചിന്താഗതി എന്തായിരിക്കും അതിനെ ഡിപ്പെൻഡാണ്. ഇപ്പോൾ നമ്മൾ നല്ല ദേഷ്യം പിടിച്ചിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ തീരുമാനങ്ങൾ അതിനെ ഡിപ്പെൻഡായിട്ടായിരിക്കും. നമ്മൾ വളരെ കാമാൻ കൂളായിട്ടിരിക്കുമ്പോൾ ഒരു തീരുമാനം എടുക്കുമ്പം അത് വേറൊരു ലെവലിലായിരിക്കും. അപ്പം നമ്മൾ എപ്പോൾ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നമ്മുടെ ആ സമയത്തെ ആ തീരുമാനമെടുക്കുന്ന സമയത്തിൻ്റെ സാഹചര്യങ്ങളെ മാനസികാവസ്ഥയെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തീരുമാനമായിട്ട് ആയിരിക്കും എടുക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ദേഷ്യം പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ അധിക ദുഃഖത്തിലിരിക്കുമ്പോഴോ ഒരു തീരുമാനവും എടുക്കരുത്. അത് റോങ് ആയി പോകാനുള്ള സാഹചര്യമുണ്ടെന്ന് പറയുന്നത്. ഉദാഹരണമായി നമുക്കിപ്പോൾ ഒരു ജോലി ആവശ്യമുണ്ട്. ഇപ്പം നമുക്ക് ജോലിയൊന്നും ഇല്ലാതിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് എനിക്ക് ഓൾറെഡി ജോലി കിട്ടി എന്നുള്ളൊരു സന്തോഷം അനുഭവിച്ച് നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ആകർഷക നിയമം വർക്ക് ചെയ്യുന്നത്. അതെന്താണ് അങ്ങനെ പറയുന്നതിന് കാരണം?
ഓൾറെഡി ഒരു ജോലിയുള്ള വ്യക്തിയുടെ ചിന്താഗതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ലഭിച്ചത് അതിന് ശേഷമുള്ള ആ ജോലികളും അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം അതെങ്ങനെ സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ ജോലിയുണ്ട് ഇതൊക്കെ ഇത്തരത്തിലുള്ള സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കണം, ഇതിനെപ്പറ്റിയൊക്കെ ആയിരിക്കും ജോലിയുള്ള ഒരു വ്യക്തി ചിന്തിക്കുന്നത്. എന്നാൽ ജോലി ഇല്ലാത്ത ഒരാളോട് ജോലിയുള്ള ആളെ പോലെ നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് എന്തിനാണ് പറയുന്നത്? അതേ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ തന്നെ നമ്മളെ പുഷ് ചെയ്യുകയാണ്, അങ്ങോട്ട് പോവുകയാണ്. എനിക്കത് ഓൾറെഡി ഉണ്ട് എന്നുള്ളൊരു സന്തോഷം ഞാൻ അനുഭവിക്കുകയാണ്. ആ ഒരു തരംഗത്തിലോട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഫ്രീക്വൻസി ആ ജോലിയുടെ ഫ്രീക്വൻസിയുമായിട്ട് മാച്ചായി. പിന്നെ അത് നമ്മളിലോട്ട് എത്തിച്ചേരുകയാണ് വേഗം തന്നെ ചെയ്യുന്നത്. ഇത് പൈസയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇത് തന്നെയാണ്. ഇപ്പം സാമ്പത്തികമായിട്ട് ഉന്നതിയിലുള്ള ഒരു വ്യക്തി, ആ പുള്ളിയുടെ കാഴ്ചപ്പാടുകളും ആ പുള്ളിയുടെ നോട്ടങ്ങളും ആ പുള്ളിയുടെ ചിന്തകളും എല്ലാം ഈ പൈസ വെച്ചിട്ട് ഇനിയും പൈസ എങ്ങനെ ഉണ്ടാക്കാം, പുതിയ ബിസിനസ് സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ പൈസയും കൊണ്ട് ഞാൻ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയല്ലേ ആ പുള്ളി ചിന്തിക്കുന്നത്. അപ്പോൾ പൈസ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ പറയുന്നത്, നിങ്ങൾ ആകർഷക നിയമം നിങ്ങളുടെ ലൈഫിലും വർക്കൗട്ടാവും. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത് ഓൾറെഡി എനിക്കുണ്ട്, എനിക്ക് ഒത്തിരി പൈസയുണ്ട്, ഒത്തിരി പൈസ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ജീവിക്കും? ഞാൻ നല്ല സ്റ്റൈലായിട്ട് നല്ല ഡ്രസ്സ് ധരിക്കും, ഞാൻ നല്ല ഹൈഫൈൽ വാഹനത്തിൽ സഞ്ചരിക്കും, അല്ലെങ്കിൽ ഞാൻ നല്ല സ്റ്റൈലൻ ഡ്രസ്സുകൾ ഇടും, ഞാൻ നല്ലൊരു വീട്ടിൽ താമസിക്കും. ഇങ്ങനെയുള്ള ഒരു ചിന്താഗതിയും ഒരു സന്തോഷമാണല്ലോ നമുക്ക്. ആ ഒരു ഫീലിങ്ങിലേക്ക് നമ്മളെ തന്നെ ആക്കിയെടുക്കുക. ഇന്നു മുതൽ നമ്മൾ എന്തെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയാണ് എങ്കിൽ ഇന്നു മുതൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റിയായിരിക്കണം. നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ 1-2 പ്രാവശ്യം ആ കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കുക. പിന്നെ നമ്മൾ എന്തെങ്കിലും വീഡിയോസൊക്കെ കാണുമ്പോൾ വല്ലവരുടെയും ഡേ ഇൻ മൈ ലൈഫും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, അവരെങ്ങനെ സന്തോഷിക്കുന്നു എന്നൊക്കെ കണ്ട് ടൈം വേസ്റ്റ് ആക്കാതെ നമുക്ക് എന്താണ് ലൈഫിൽ ആഗ്രഹം അതിനെപ്പറ്റിയുള്ള വീഡിയോസും അതിനെപ്പറ്റിയുള്ള ബുക്കുകളും ഒക്കെ സെർച്ച് ചെയ്ത് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും വായിക്കുകയും കേൾക്കുകയും കാണുകയും ചെയ്യുക. ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം നമ്മുടെ ലൈഫിലും വന്നു ചേരും. അങ്ങനെ ഒരു വിശ്വാസവും ആത്മാർത്ഥതയും അതിനോടുണ്ടായിരിക്കുക. എല്ലാ വിധത്തിലുള്ള ആഗ്രഹങ്ങളും സാധിക്കും. മനുഷ്യൻ ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയിട്ടുണ്ടോ അതെല്ലാം അവൻ്റെ കരുത്തും ശക്തി ഉപയോഗിച്ചിട്ടല്ല, മനസ്സിൻ്റെ ചിന്തകളുടെ അതിൻ്റെ ഷാർപ്പ്നെസ് ഉപയോഗിച്ചിട്ടാണ് എല്ലാം നേടിയിരിക്കുന്നത്. അത് നിങ്ങൾ ആരെ എടുത്ത് നോക്കിയാലും ഇത് മനസ്സിലാകും. നമ്മൾ എന്താണ് നമ്മുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മളെ ബുദ്ധിമുട്ടിക്കണം നമ്മുടെ സ്വപ്നങ്ങൾ. ഇത് ചെയ്യണം, ഇത് ചെയ്താലേ ശരിയാവുള്ളൂ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ വരും. നമുക്ക് ഇൻറ്റ്യൂഷൻ എന്ന് പറയും. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അതിന് വേണ്ടി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത് ചെയ്യണം, ഇത് ചെയ്താൽ ശരിയാകും എന്നൊന്ന് നമുക്കിങ്ങനെ തോന്നും. ഇപ്പം നമ്മൾ എക്സാമ്പിൾ എന്തെങ്കിലും കാര്യത്തിന് പുറപ്പെടുമ്പോഴത്തേക്ക് നമുക്ക് തോന്നത്തില്ലേ, ഇപ്പോൾ അതിലേ പോകണ്ട, ഇതിലേ പോയാൽ ശരിയാകും. ചിലപ്പോൾ നമുക്കത് ശരിയാവും എന്ന് വെച്ചാൽ അത് കറക്റ്റ് ആവും എന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് നമുക്കങ്ങ് തോന്നും. അതിനാണ് ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാ കാര്യത്തിനും ആപ്ലിക്കബിളാണ്. നമ്മൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്ന് നല്ല ദിവസമായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് എഴുന്നേൽക്കുക. പിന്നെ നമ്മുടെ ചിന്തകളെല്ലാം ഇന്ന് എൻ്റെ അനാവശ്യമായ ചിന്തകളൊന്നുമില്ല, എനിക്ക് എൻ്റെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ തന്നെ സെറ്റ് ചെയ്യുക. പിന്നെ നമ്മളെപ്പോഴെങ്കിലും അനാവശ്യമായ എന്തെങ്കിലും നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ദുഃഖിക്കാനും സങ്കടപ്പെടാനും ദേഷ്യം പിടിക്കാനും ഒക്കെ പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യുക. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ക്യാരക്ടർ വെച്ചിട്ട് നല്ല ദേഷ്യം പിടിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ദേഷ്യം പിടിക്കാതിരിക്കുക, സ്വാഭാവികമായിട്ട് ഇടപെടുക, ഇതെല്ലാം മനുഷ്യനെ കൊണ്ട് പറ്റും. എല്ലാവർക്കും ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഒരാൾ ഭയങ്കര ദേഷ്യമുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞാൽ ലൈഫ് ടൈം പുള്ളി ദേഷ്യമുള്ള വ്യക്തിയല്ല. അത് ആ പുള്ളി തന്നെ മനസ്സുകൊണ്ട് അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതാണ്. അതിനെ ചേഞ്ച് ചെയ്യാനും വേറെ ആരും വിചാരിച്ച് നടക്കത്തില്ല. ആ വ്യക്തി തന്നെ ചിന്തിക്കണം എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ രൂപീകരണം, നമ്മുടെ സ്വഭാവ രൂപീകരണം. നമ്മൾ എന്താണ് വേണ്ടതെന്നുള്ളത് രൂപീകരിക്കുന്നത് നമ്മുടെ തന്നെ ചിന്തയിൽ തന്നെയാണ്. ആദ്യം നമ്മുടെ ചിന്തയിലാണ് നമ്മൾക്ക് വേണ്ടത് കാര്യത്തിന് സെറ്റ് ചെയ്യേണ്ടതും സ്വപ്നം കാണേണ്ടതും. ആദ്യം നമ്മൾ അവിടെ കാണണം, സ്വപ്നത്തിൽ അല്ലെങ്കിൽ ചിന്തയിൽ അത് കാണണം. എന്നിട്ടാണ് അത് റിയൽ ലൈഫിലോട്ട് നമുക്ക് വേഗം തന്നെ വരുന്നത്.